കൊറിയൻ ഉപദ്വീപിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കെ ലോകശക്തികളെ സാക്ഷിയാക്കി ഉത്തര കൊറിയ വീണ്ടും തങ്ങളുടെ സൈനിക കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. അത്യാധുനിക യുദ്ധക്കപ്പലായ ചോ ഹയോണിൽ നിന്ന് തന്ത്രപരമായ ക്രൂയിസ് മിസൈലുകളും ആന്റി വർഷിപ്പ് മിസൈലുകളും വിജയകരമായി പരീക്ഷിച്ചത് രാജ്യത്തിന്റെ നാവിക പ്രതിരോധ ചരിത്രത്തിലെ നിർണായകമായ അധ്യായമാണ്. ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ നേരിട്ടുള്ള സാന്നിധ്യത്തിൽ നടന്ന ഈ പരീക്ഷണങ്ങൾ വെറും ഒരു സാങ്കേതിക പരിശോധന എന്നതിലുപരി തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഭീഷണികൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ്. ഏപ്രിൽ 12-ന് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരത്താണ് ഈ നിർണായകമായ പരീക്ഷണം അരങ്ങേറിയത്. ഉത്തര കൊറിയയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം കപ്പലിന്റെ ആയുധ വിക്ഷേപണ ശേഷിയും സാങ്കേതിക കൃത്യതയും അളക്കുന്നതിനായുള്ള വിപുലമായ നടപടിക്രമങ്ങളാണ് നടന്നത്. മിസൈലുകളുടെ വൈവിധ്യവും പ്രധാനമാണ്. 2 തന്ത്രപരമായ ക്രൂയിസ് മിസൈലുകളും 3 യുദ്ധവിരുദ്ധ മിസൈലുകളുമാണ് പരീക്ഷിച്ചത്. ക്രൂയിസ് മിസൈലുകൾ ആകാശത്ത് ഏകദേശം 7920 സെക്കൻഡ് നേരം സഞ്ചരിച്ചപ്പോൾ ആന്റി വാർഷിപ്പ് മിസൈലുകൾ 1973 സെക്കൻഡ് സഞ്ചാരത്തിന് ശേഷം നിശ്ചിത ലക്ഷ്യസ്ഥാനം കൃത്യമായി ഭേദിച്ചു. സങ്കീർണമായ കമാൻഡ് സിസ്റ്റവും പ്രധാനമാണ്. കപ്പലിന്റെ പുതുക്കിയ സംയോജിത ആയുധ കമാൻഡ് സിസ്റ്റം, അത്യാധുനിക നാവിഗേഷൻ സംവിധാനങ്ങൾ എന്നിവയുടെ ഏകോപനം പരിശോധിക്കുക എന്നതായിരുന്നു പരീക്ഷണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനം കണ്ടെത്താനും മിസൈൽ വിക്ഷേപിക്കാനുമുള്ള ശേഷി കപ്പലിനുണ്ടെന്ന് പരീക്ഷണം തെളിയിച്ചു. 5000 ടൺ ഭാരമുള്ള യുദ്ധക്കപ്പൽ ഉത്തര കൊറിയൻ നാവികസേനയുടെ നട്ടെല്ലായി മാറാൻ പോകുന്ന ഒന്നാണ്. വലിയ അളവിൽ ആയുധങ്ങൾ വഹിക്കാനും ശത്രുക്കളുടെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് ആക്രമണം നടത്താനുമുള്ള ശേഷിയും ഇതിനുണ്ട്. പരീക്ഷണ വേളയിൽ നാവിക ഉദ്യോഗസ്ഥരെയും കമാൻഡർമാരെയും അഭിസംബോധന ചെയ്ത് കിം ജോങ് ഉൻ നൽകിയ നിർദ്ദേശങ്ങൾ രാജ്യം പിന്തുടരുന്ന സൈനിക നയം വ്യക്തമാക്കുന്നതാണ്. ആണവായുധ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനാണ് രാജ്യം ഇപ്പോൾ മുൻഗണന നൽകുന്നത് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ശത്രുക്കളുടെ നീക്കങ്ങൾ കാത്തു നിൽക്കാതെ തന്നെ ദ്രുതഗതിയിലുള്ള ആക്രമണം നടത്താൻ നാവികസേന സജ്ജമായിരിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കടൽ അതിർത്തികളിൽ ശത്രുരാജ്യങ്ങളുടെ കപ്പലുകൾ പ്രവേശിക്കുന്നത് തടയാൻ ആധുനിക മിസൈൽ സംവിധാനങ്ങൾ അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചൊഹയോണിന് പുറമെ മറ്റ് 2 വലിയ ഡിസ്ട്രോയറുകൾ കൂടി നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇവയിൽ ഘടിപ്പിക്കേണ്ട അത്യാധുനിക ആയുധങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ കിം ജോങ് ഉൻ നേരിട്ട് വിലയിരുത്തി. ഇത് വിരൽ ചൂണ്ടുന്നത് വരും വർഷങ്ങൾ ഉത്തര കൊറിയ തങ്ങളുടെ നാവിക പരിധി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നതിലേക്കാണ്. ഉത്തര കൊറിയയുടെ ഓരോ മിസൈൽ പരീക്ഷണവും ദക്ഷിണ കൊറിയ, ജപ്പാൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ നടന്ന മിസൈൽ പരീക്ഷണത്തിന് ശേഷമുള്ള ഈ പുതിയ നീക്കം മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ ബാധിച്ചേക്കാം. ഉത്തര കൊറിയയുടെ നാവികശേഷി വർദ്ധിക്കുന്നത് തങ്ങളുടെ തീരദേശ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ദക്ഷിണ കൊറിയ കരുതുന്നു. പ്രത്യേകിച്ചും ദീർഘദൂരം ക്രൂയിസ് മിസൈലുകൾക്ക് ദക്ഷിണ കൊറിയയിലെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ കഴിയുമെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. മേഖലയിൽ സമാധാനം നിലനിർത്താൻ കൊറിയൻ ഉപദ്വീപിൽ അമേരിക്ക വലിയ തോതിൽ സൈനിക സാന്നിധ്യം ഉറപ്പാക്കിയിട്ടുമുണ്ട്. എന്നാൽ ഉത്തര കൊറിയയുടെ ഇത്തരം പരീക്ഷണങ്ങൾ അമേരിക്കയുടെ ഉപരോധങ്ങളെയും നയതന്ത്ര സമ്മർദ്ദങ്ങളെയും അവർ അവഗണിക്കുന്നു. അതിന് തെളിവായാണ് ഇത് കാണുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ ഉത്തര കൊറിയയുടെ ആയുധ പരീക്ഷണങ്ങളെ എതിർക്കുമ്പോഴും റഷ്യയുമായും ചൈനയുമായും അവർ പുലർത്തുന്ന അടുപ്പം കിം ജോങ് ഉന്നിന് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തനിച്ചു നിൽക്കുമ്പോഴും സൈനിക സാങ്കേതിക വിദ്യയിൽ പുരോഗതി കൈവരിക്കാൻ ഉത്തര കൊറിയയ്ക്ക് സാധിക്കുന്നത് ഈ സൗഹൃദങ്ങൾ മൂലമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മുൻകാലങ്ങളിൽ കരയിൽ നിന്നുള്ള മിസൈൽ പരീക്ഷണങ്ങൾക്കായിരുന്നു ഉത്തര കൊറിയ മുൻഗണന നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് സമുദ്രത്തിലേക്ക് മാറിയിരിക്കുന്നു. സമുദ്രത്തിനടിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലുകളും ചൊഹയോൺ പോലുള്ള അത്യാധുനിക യുദ്ധക്കപ്പലുകൾ വഴി അമേരിക്കൻ നാവികസേനയെ നേരിടാനാണ് ഉത്തര കൊറിയ ലക്ഷ്യമിടുന്നത്. തന്ത്രപരമായ ക്രൂയിസ് മിസൈലുകൾ താഴ്ന്നു പറക്കുന്നവയായതിനാൽ റഡാർ സംവിധാനങ്ങൾക്ക് ഇവയെ കണ്ടെത്തുക പ്രയാസകരമാണ്. 7920 സെക്കൻഡ് ആകാശത്ത് സഞ്ചരിക്കുക എന്നത് മിസൈലുകളുടെ ദൂരപരിധിയും കാര്യക്ഷമതയിലും വന്നിട്ടുള്ള വലിയ പുരോഗതിയാണ് കാണിക്കുന്നത്. ഉത്തര കൊറിയയുടെ ചൊഹയോൺ കപ്പലിലെ മിസൈൽ പരീക്ഷണം ഒരു ആയുധ പരീക്ഷണം മാത്രമല്ല, മറിച്ച് വൻ ശക്തികൾക്ക് നേരെയുള്ള ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ്. ആധുനിക യുദ്ധസാമഗ്രികൾ വികസിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ആണവ പ്രതിരോധം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കിം ജോങ് ഉൻ അതിവേഗം നീങ്ങുകയാണ്. ആഗോള ഉപരോധങ്ങൾക്കിടയിലും ഇത്തരം അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കാൻ ഒരു രാജ്യത്തിന് സാധിക്കുന്നു എന്നത് ലോകത്തെ അമ്പരപ്പിക്കുന്ന വസ്തുതയുമാണ്. സമാധാനപരമായ ചർച്ചകൾക്ക് സാധ്യതകൾ മങ്ങുകയും ആയുധ മത്സരങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഉത്തര കൊറിയയുടെ നീക്കങ്ങൾ കൊറിയൻ ഉപദ്വീപിലെ ഭാവി എന്താകുമെന്ന ചോദ്യം ഉയർത്തുന്നു. സമുദ്രത്തിലെ ഈ ആയുധ പരീക്ഷണങ്ങൾ ഒരുപക്ഷെ മേഖലയിലെ പുതിയ ശാക്തിക ബലാബലത്തിന് തുടക്കമിട്ടേക്കാം. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ പോലെ തന്നെ അതീവ ശ്രദ്ധയോടെ ലോകം നിരീക്ഷിക്കേണ്ട ഒന്നായി മാറിയിരിക്കുകയാണ് പസഫിക് മേഖലയിലെ ഉത്തര കൊറിയയുടെ ഈ വളർച്ച. സൈനിക സന്നദ്ധതയും ആണവ പ്രതിരോധവും എന്ന കിം ജോങ് ഉന്നിന്റെ നയം ലോക സമാധാനത്തിന് വെല്ലുവിളിയാകുമോ അതോ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുമോ എന്നത് കാലം തെളിയിക്കേണ്ടതാണ്.